തമിഴ്നാട്ടുകാരെങ്ങനെയാണ് സമ്പന്നരാകുന്നതെന്ന് കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത്. രാവിലെ തന്നെ പളനിയിൽ നിന്നും മൂന്നാറിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഹോട്ടലിന്റെ തന്നെ റെസ്റ്റോറന്റിലേക്ക്. തമിഴ്നാട്ടിലെ ഏത് റെസ്റ്റോറന്റിൽ ചെന്നാലും ഇലയിട്ടാണ് ഭക്ഷണം തരുന്നതെന്നുള്ള കാര്യം മുമ്പ് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ഇന്ന് ഭക്ഷണം കഴിക്കാനായി ചെന്നിരുന്നപ്പോൾ കുറച്ചേറെ സംശയങ്ങളാണ് മനസ്സിലേക്ക് വന്നത്. തമിഴ്നാട്ടിൽ മുഴുവനായും വിതരണം ചെയ്യാനുള്ള ഇലകൾ തമിഴ്നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? കടയിലേക്ക് വിതരണം ചെയ്യുന്ന ഒരിലയ്ക്ക് എന്ത് വില വരും? ചിന്തിക്കുമ്പോൾ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഉത്തരമറിയില്ല. എന്നാൽ ഉത്തരം കണ്ടെത്തിയ നാട്ടിലേക്ക് മടങ്ങുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നീതു ഇഡലിയും ഞാൻ മസാല ദോശയുമാണ് ഓർഡർ നൽകിയത്. രണ്ടുപേർക്കും കൂടി 140 രൂപയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ചെലവായി വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് തിരിച്ച് റൂമിലേക്ക്. ഉച്ചയ്ക്ക് 1 മണിയോടെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് പളനിയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ചെക്കൗട്ടും ചെയ്ത് മൂന്നാറിലേക്കുള്ള യാത്ര തുടങ്ങി. പളനിയിൽ നിന്നും മൂന്നാറിലേക്ക് 110 കിലോമീറ്റർ മാത്രമാണ് ദൂരം. 3.5 മണിക്കൂർ മാത്രമാണ് യാത്രാ സമയമെന്ന് കരുതിയാണ് ഞങ്ങൾ ഉച്ചയോടുകൂടി യാത്ര തുടങ്ങിയത്. എന്നാൽ ആ തീരുമാനം വലിയൊരു തെറ്റായി പോയെന്ന് പിന്നീടാണ് മനസ്സിലായത്. പളനിയിൽ ഇപ്പോൾ നല്ല ചൂടാണ്. 42.5 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. വഴിയരികിൽ കണ്ടതാണ് ഒരു TVS സ്കൂട്ടർ പൂർണ്ണമായും കടയായി മാറിയിരിക്കുന്നു. തമിഴ്നാടിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു പങ്ക് ഈ സ്കൂട്ടർ വഹിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഏതൊരു സാധാരണക്കാരനും ചെറിയ തോതിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരു TVS സ്കൂട്ടർ എടുത്താൽ മതി. അതിൽ ഇതുപോലെ സാധനങ്ങൾ കുത്തിനിറച്ച് കച്ചവടത്തിനായി ഇറങ്ങും. തമിഴ്നാട്ടിലൂടെയുള്ള യാത്രകളിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിക്കുന്ന കാഴ്ച തന്നെയാണിത്. കച്ചിയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ആവശ്യക്കാരന്റെ സൗകര്യത്തിന് കൊണ്ടുപോകാൻ പാകത്തിന് ബണ്ടിലുകളാക്കിയാണ് വെച്ചിരിക്കുന്നത്. വില ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും കച്ചവടക്കാരനെ കാണാത്തതിനാൽ അതിന് സാധിച്ചില്ല. ഞങ്ങൾ യാത്ര തുടർന്നു. വഴിയരികിൽ കണ്ടതാണ്. രാവിലെ എന്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഹോട്ടലുകളിലേക്ക് ഹോൾസെയിലായി ഇലകൾ സപ്ലൈ ചെയ്യുന്ന കടയാണ്. ഇലയുടെ വിലയറിയാനായി നേരെ കടയിലേക്ക്. കടക്കാരൻ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് എന്നെ സ്വാഗതം ചെയ്തത്. കടയിൽ ഇലയൊരുക്കാനായി ജോലിക്കാരുമുണ്ട്. ഓരോ ടൈപ്പ് ഇലയ്ക്ക് ഓരോ വിലയാണ് ഇവിടെ. കല്യാണത്തിനൊക്കെ ചോറ് വിളമ്പുന്ന തരത്തിലുള്ള തൂശനിലയ്ക്കാണെങ്കിൽ 5 രൂപയാണ് ഒരിലയുടെ വില. എന്നാൽ ഹോട്ടലുകളിൽ സപ്ലൈ ചെയ്യുന്ന മുറിച്ച ഇലകൾക്ക് 3ഉം 2ഉം രൂപയൊക്കെയാണ് വില. ഈ ഇലകളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇലകൾക്ക് വേണ്ടി തന്നെയുള്ള പ്രത്യേക തോട്ടങ്ങളുണ്ട്. നിസ്സാരമൊരു ഇലയ്ക്ക് പോലും എത്രമാത്രം വലിയൊരു ബിസിനസ് ആശയമാണ് തമിഴർ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും തീർച്ചയായും പിന്തുടരാവുന്ന ആശയങ്ങൾ തന്നെ. ഒരുപാട് കർഷകർക്ക് മികച്ച വരുമാനം നേടാൻ സാധിക്കുന്ന വലിയൊരു ആശയം തന്നെ. വലിയൊരു സംശയത്തിന് മറുപടി ലഭിച്ചതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ യാത്ര തുടർന്നു. തമിഴ്നാട്ടിൽ ഇപ്പോഴും എവിടെ നോക്കിയാലും ഓലമെടഞ്ഞുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാം. മേൽക്കൂരകളിലും താൽക്കാലിക ഷെഡുകളിലും ഇപ്പോഴും ഓലമെടഞ്ഞ് ഉപയോഗിക്കുന്നു. എന്നാൽ ഇത് സാമ്പത്തിക ചെലവ് കുറയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ചൂടിൽ നിന്നും വലിയൊരളവിൽ സംരക്ഷണം നൽകുക കൂടിയാണ് ചെയ്യുന്നത്. ഓലമെടഞ്ഞുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ആഡംബരത്തിന്റെ സൂചികകളായി മാറുന്ന കാലം വിദൂരമല്ല. ഓലമെടഞ്ഞ് വിൽക്കുന്നതിലും നമ്മുടെ നാട്ടിൽ ഇന്ന് വലിയൊരു ബിസിനസ് സാധ്യത ഒളിഞ്ഞുകിടപ്പുണ്ട്. റോഡിനിരുവശവും പുളിമരങ്ങൾ തിങ്ങി വളർന്നു നിൽക്കുന്ന മനോഹരമായ പാതകൾ, കൃഷിയിടങ്ങൾ, ഗ്രാമക്കാഴ്ചകൾ. തമിഴ്നാട്ടിലൂടെയുള്ള യാത്രകൾ ഏതൊരു മലയാളികൾക്കും എന്നും സ്പെഷ്യൽ തന്നെയാണ്. വഴിയരികിൽ കണ്ടതാണ്. കളറുമുക്കിയ കോഴിക്കുഞ്ഞുങ്ങളെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൂടെയും തമിഴ്നാട്ടിൽ നിന്നും ഇത്തരം കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാൻ വരുന്നത് പതിവാണല്ലോ. എന്നാൽ ഇതിന്റെ തമിഴ്നാട്ടിലെ വിലയറിയാനാണ് ഞാൻ വണ്ടി നിർത്തിയത്. കച്ചവടക്കാരൻ മരച്ചോട്ടിൽ ഫോണും നോക്കി ആസ്വദിച്ച് കിടപ്പുണ്ട്. നല്ല വെയിലും ചൂടുമാണെങ്കിലും മരച്ചോട്ടിലെ തണലും ചെറുതായി വീശിയടിക്കുന്ന കാറ്റും ഒരു പ്രത്യേക സുഖം തന്നെ നൽകുന്നുണ്ട്. പച്ച, മഞ്ഞ, ചുവപ്പ്, കറുപ്പ്, റോസ് എന്നീ നിറങ്ങളിലാണ് കോഴിക്കുഞ്ഞുങ്ങളുള്ളത്. ഒരു കോഴിക്കുഞ്ഞിന്റെ വില കേട്ടപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത്. ഒരു കോഴിക്കുഞ്ഞിന് 10 രൂപ മാത്രമാണ് വില. 10 എണ്ണത്തിന് 100 രൂപ വില. നമ്മുടെ നാട്ടിൽ ഒരു കോഴിമുട്ടയ്ക്ക് കൊടുക്കണം 6-7 രൂപ. ആ സമയത്താണ് ഇവിടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് 10 രൂപ വില മാത്രം. ഞാൻ കേട്ടതിന്റെ കുഴപ്പമാണോ എന്നറിയാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചോദിച്ചു. 10 രൂപ തന്നെയാണ് വില. കച്ചവടക്കാരനോട് യാത്രയും പറഞ്ഞ് ഞാൻ എന്റെ യാത്ര തുടർന്നു. വഴിയരികിൽ കുക്കുംബർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ്. നല്ല ചൂടത്ത് കുക്കുംബർ കഴിക്കുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഇവിടെ ലോക്കലായി തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന കുക്കുംബറും വെള്ളരിയുമാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഒരു കുക്കുംബറിന് 10 രൂപയാണ് വില. 2 കുക്കുംബർ വാങ്ങി തൊലി കളഞ്ഞ് മസാലയിട്ട് കട്ട് ചെയ്തു വാങ്ങി. ബാലൻസ് വാങ്ങാൻ തോന്നിയില്ല. അവരുടെ അവസ്ഥ കണ്ടുകൊണ്ട് ബാക്കി വെച്ചോളാൻ പറഞ്ഞ് വണ്ടിയിൽ കയറിയപ്പോൾ വലിയൊരു വെള്ളരി എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളോട് വെച്ചോളാൻ പറഞ്ഞു. സ്നേഹത്തോടെ ഞാനത് നിരസിച്ച് യാത്ര തുടർന്നു. സമയം 2:30 കഴിഞ്ഞിരിക്കുന്നു. കുറച്ചേറെ നേരമായി നല്ല ഹോട്ടലുകൾ വല്ലതുമുണ്ടോ എന്ന് തപ്പാൻ തുടങ്ങിയിട്ട്. ഗ്രാമപ്രദേശത്തു കൂടിയാണ് യാത്ര. ഉച്ചഭക്ഷണം കിട്ടുന്ന കടകളൊന്നും കാണാനില്ല. ഉള്ളതാവട്ടെ ചെറിയ ബേക്കറികളും ടീ ഷോപ്പുകളും മാത്രമാണ്. തമിഴ്നാട്ടിലെ റോഡ് സൈഡിലെല്ലാം ഇത്തരം ടാങ്കുകൾ കാണാൻ സാധിക്കും. ആദ്യം ഞാൻ കരുതിയത് വെള്ളമൊന്നുമില്ലാതെ വെറും കാലി ടാങ്കുകൾ മാത്രമാവുമെന്നാണ്. എന്നാൽ പോകെ പോകെ എനിക്ക് മനസ്സിലായത് ഒട്ടുമിക്ക ടാങ്കുകളിലും വെള്ളമുണ്ടെന്നാണ്. ഈ ടാങ്കുകളെല്ലാം പരസ്പരം പൈപ്പുകൾ മുഖാന്തരം ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ പൈപ്പുകളിലൂടെയാണ് ടാങ്ക് ഫില്ലാക്കുന്നത്. ഏതോ കൊച്ചു ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ ഉള്ള യാത്ര. തമിഴ് സിനിമകളിൽ ധാരാളം കണ്ടിട്ടുള്ളത് പോലെയുള്ള കൊച്ചു ഗ്രാമം. ഒരേ നിറത്തിലുള്ള നിരവധി വീടുകൾ. പഴയ വീടുകളാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാകുമെങ്കിലും പെയിന്റൊക്കെ അടിച്ച് വൃത്തിയായി പരിപാലിച്ചു പോരുന്നു. ഗ്രാമത്തിന് നടുവിലൂടെ കൊച്ചു മനോഹരമായ കോൺക്രീറ്റ് റോഡ്. ഗ്രാമത്തിന് ഒത്തുനടക്കായി വലിയൊരു വാട്ടർ
ടാങ്കും അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ക്ഷേത്രവും ഗ്രാമീണർക്ക് വേണ്ടിയുള്ള കൊച്ചുകട. പൊതുവെ കാണുന്ന തമിഴ് ഗ്രാമങ്ങളെല്ലാം ഏകദേശം ഒരേ ശൈലിയിലുള്ളതാണെന്ന് തോന്നുന്നു. ഗ്രാമവഴിയിൽ നിന്നും പ്രധാന പാതയിലേക്ക് കടന്നു. 3:15 വഴിയരികിൽ ഒരു കൊച്ചു തട്ടുകട കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ്. ഇതുവരെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. തട്ടുകട കണ്ടിട്ട് ചൈനീസ് വിഭവങ്ങൾ വിൽക്കുന്ന കടയാണെന്ന് തോന്നുന്നു. ഫ്രൈഡ് റൈസും നൂഡിൽസും ലഭ്യമാണ്. 2 ഫ്രൈഡ് റൈസ് പാഴ്സൽ വാങ്ങി യാത്ര തുടർന്നു. ഒരു ഫ്രൈഡ് റൈസിന് 80 രൂപ മാത്രമാണ് വിലയായി വന്നിട്ടുള്ളത്. 3:30 കഴിഞ്ഞതോടെ അണ്ണാമലൈ റിസർവ് ഫോറസ്റ്റിലേക്ക് കടന്നു. ഇനിയുള്ള യാത്ര വനത്തിലൂടെയാണ്. സിംഗിൾ ലൈൻ റൂട്ടാണ്. കഷ്ടിച്ച് ഒരു കാറിന് മാത്രം സഞ്ചരിക്കാൻ വീതിയുള്ള റോഡ്. എതിരെ ഒരു വണ്ടി വന്നാൽ സൈഡ് ഒതുക്കി മാറ്റി നിർത്തി വേണം പോകാൻ. റോഡിലാണെങ്കിൽ നല്ല തിരക്കുമുണ്ട്. എങ്കിലും മനോഹരമായ കാഴ്ചകൾ കണ്ട് വനത്തിലൂടെയുള്ള യാത്ര മനോഹരം തന്നെ. 5 മണി കഴിഞ്ഞതോടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടന്നു. 6 മണിയോടെ മറയൂരെത്തി. മറയൂര് കഴിഞ്ഞതും തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് യാത്ര. എത്രയും വേഗം മൂന്നാർ എത്താനുള്ള തിടുക്കമായി. 3.5 മണിക്കൂർ നേരത്തെ യാത്രയെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പളനിയിൽ നിന്നും ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിരിക്കുന്നു. 6 മണിക്കൂർ പിന്നിട്ടിട്ടും 110 കിലോമീറ്റർ ഓടിയെത്താൻ സാധിച്ചിട്ടില്ല. വനത്തിലൂടെയുള്ള യാത്രയാണ് ഇത്രയും സമയം വൈകിപ്പിച്ചിട്ടുള്ളത്. നീതുവും വെങ്കിട്ടും പുറകിൽ കിടന്ന് നല്ല ഉറക്കമാണ്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ വീടെത്തുമെന്ന് കരുതിയാണ് നീതു കിടക്കുന്നതെന്ന് തോന്നുന്നു. പളനിയിൽ നിന്നും കയറുമ്പോൾ മൂന്നാറിലേക്കാണ് ഇനി പോകുന്നതെന്ന് നീതുവിനോട് ഞാൻ പറഞ്ഞിരുന്നില്ല. 7:15 കഴിഞ്ഞതോടെ മൂന്നാർ എത്തിയിരിക്കുന്നു. മൂന്നാർ എത്തിയതും നല്ല കോടമഞ്ഞാണ് ഞങ്ങളെ വരവേറ്റത്. കനത്ത വേനലിലും ചൂടിലും മൂന്നാറിൽ ഇങ്ങനെ കോടമഞ്ഞുണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അല്പം മഞ്ഞ് ആസ്വദിക്കാനായി വണ്ടി സൈഡിലൊതുക്കി പുറത്തിറങ്ങിയപ്പോഴാണ് നീതു ഉറക്കമുണർന്നത്. രാത്രിയായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതുവരെ നീതുവിന് സ്ഥലം പിടികിട്ടിയിട്ടില്ല. മൂന്നാറിൽ റൂം ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി. സദേൺ പനോരമ ഇന്ദ്രയിലാണ് റൂം പറഞ്ഞിട്ടുള്ളത്. ചെക്ക് ഇൻ നടപടികൾക്കായി റിസപ്ഷനിലേക്ക്. ഉറക്കച്ചടവിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെയുള്ള അവസ്ഥയിലാണ് നീതു. ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി. ട്രീ ഹൗസ് ആണ് പറഞ്ഞിട്ടുള്ളത്. റിസോർട്ടിന്റെ ജീപ്പിൽ വേണം ട്രീ ഹൗസിനടുത്തേക്ക് പോകാൻ. ലഗേജ് എല്ലാം ജീപ്പിലാക്കി ട്രീ ഹൗസിനടുത്തേക്ക്. 5 മിനിറ്റ് കൊണ്ട് തന്നെ ട്രീ ഹൗസിനടുത്തെത്തി. ഏലത്തോട്ടത്തിന് നടുവിലുള്ള മരത്തിന് മുകളിലുള്ള ഒരു കൊച്ചു വീടാണ് ട്രീ ഹൗസ്. ഉയരം പേടിയുള്ള നീതു ഇരുട്ടായതുകൊണ്ട് തന്നെ ട്രീ ഹൗസിന്റെ സ്റ്റെപ്പെല്ലാം വളരെ കൂളായി തന്നെ കയറി റൂമിലെത്തിയിട്ടുണ്ട്. ഇനി നാളെ എഴുന്നേൽക്കുമ്പോൾ എന്താവും അവസ്ഥയെന്ന് കണ്ടു തന്നെ അറിയണം. എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ വളരെ മനോഹരമായിട്ടുള്ള റൂമാണ് ട്രീ ഹൗസിലുള്ളത്. സദേൺ പനോരമ ഇന്ദ്രയുടെ നമ്പറാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. മൂന്നാറിൽ വരുന്നവർക്ക് ഒരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം. മൂന്നാറിലെത്തിയ വിവരം ഇപ്പോഴും നീതുവിന് മനസ്സിലായിട്ടില്ല. ഡ്രൈവ് ചെയ്തു മടുത്തുകൊണ്ട് ഇടയ്ക്ക് എവിടെയോ സ്റ്റേ എടുത്തതാണെന്നാണ് നീതു ഇപ്പോഴും കരുതിയിരിക്കുന്നത്. ഇനി നാളെ എന്താവും അവസ്ഥയെന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, സീ യു സൂൺ.